മനുഷ്യനായ യേശു, അയാളുടെ ജീവിതം ഓരോന്നും എടുത്തു നോക്കുമ്പം ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ജീവിതം ചുമ്മാ പണിയും ചെയ്ത്, പക്ഷെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നാട്ടുകാരൊക്കെ വന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ പറയും. ഹി വാസ് ലിസണിങ്. ഞാൻ അങ്ങനെയാ കാണുന്നത്. ആ നാസ്രത്തിലെ ആ കൊച്ചു വീട്ടിൽ ആ മരപ്പണിക്കാരന്റെ ശാലയില് ഇതൊക്കെ കേട്ടിരുന്ന് ഐ തിങ്ക് ഹി വാസ് റിയലി ബേണിങ്. എന്താ ചെയ്യുന്ന ഇത്രയൊക്കെ പ്രശ്നം, അതും കൊണ്ടിരുന്നേച്ച് അവസാനം he went to pray. തന്നെ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ, how to help these people, how to bring about love. അങ്ങനെ പോയി പ്രാർത്ഥിച്ചിട്ട് അയാൾ തിരിച്ചു എന്ന് പറയുന്നത് ഐസായാസ് പറഞ്ഞാണ്. ലൂക്ക് 4:16-21. അതും ഞാൻ ഓർത്തിട്ടുണ്ട്. അയാൾ എങ്ങനെയാണ് ഈ മന്ദിരത്തിൽ വന്ന് പ്രസംഗിക്കാൻ അയാൾക്കൊരു അവസരം കിട്ടിയത്. വേറെ എന്തെങ്കിലും പ്രമാണികളുണ്ട്, ഒരു സിമ്പിൾ മാൻ. ബട്ട് ഹി റെഡ്. അവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എന്താണ് എന്റെ ദൗത്യം, വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. നമ്മൾ ഓരോ ക്രിസ്ത്യനും ഉള്ളതാണ് അവിടെ ചെയ്യേണ്ടതാണ് അവിടെ പറഞ്ഞത്. The spirit of the Lord is upon me. He has anointed me to bring good news to the poor. എന്താ? To release the oppressed. വിടുതൽ കൊടുക്കും, ലിബറേറ്റ് ചങ്ങലകളിൽ നിന്ന്. ഭൗതികമായ ചങ്ങലയല്ലായിരിക്കും, മാനസികമായിട്ടോ പലതരത്തിലും മനുഷ്യബന്ധങ്ങളുടെയോ. ആൻഡ് to give sight to the blind, ബോധോദയം മനസ്സിലാക്കുക.